നമ്മൾ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്കായി പണം സ്വരുക്കൂട്ടി വെക്കാറുണ്ട്. ആ ആവശ്യങ്ങൾക്കായി അത് ഉപയോഗിക്കുന്നതിനായി ഒരു പക്ഷേ കുറേ ആളുകളൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. കൃത്യമായി അതിനുശേഷം തിരിച്ചെടുക്കാം, കൃത്യമായി നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള കണക്കുകൂട്ടലുകളോടെ. അങ്ങനെ കണക്ക് കൂട്ടിയ ഒരാൾക്ക് തൻ്റെ ജീവൻ ഒടുക്കേണ്ട സാഹചര്യമുണ്ടായ വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിൽ മനം നൊന്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് വിഷം കഴിച്ച് മരിച്ചത്. മകളുടെ വിവാഹ ആവശ്യത്തിനായി കരുതിവെച്ച 5 ലക്ഷം രൂപയാണ് തിരികെ ആവശ്യപ്പെട്ടതെന്ന് കുടുംബം പറഞ്ഞു. പണം തിരികെ നൽകാൻ സാധിക്കാതിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്നാണ് പെരുമ്പഴുതൂർ ബാങ്ക് അധികൃതരുടെ മറുപടി. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക കിട്ടാത്തതിനെ തുടർന്ന് മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സോമസാഗരത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം 7 വർഷത്തോളമായി ഈ ഒരു തുക ഇതിലേക്ക് നിക്ഷേപിച്ചിട്ട് നെയ്യാറ്റിൻകര പെരുമ്പഴത്തൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചത് മകളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിലായിരുന്നു. എന്നാൽ ഒരു 6 മാസത്തോളമായി അദ്ദേഹം ഈ ഒരു പണം ആവശ്യപ്പെട്ട് ബാങ്കിൽ കയറിയിറങ്ങുന്നു എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 19-ാം തീയതിയായിരുന്നു ഈ ഒരു മനംനൊന്ത് വിഷം കഴിച്ചത്. അപ്പോൾ നമുക്ക് കൂടെയുള്ള ഈ ചേച്ചി നാട്ടുകാരായ ചേച്ചിയോടും ചോദിച്ചപ്പോൾ ചേച്ചി ചേട്ടന് എന്തെങ്കിലും പന്തികേട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു 2 ദിവസം മുന്നേ? ഈ ഭയങ്കര പ്രയാസത്തിലാണ് ഇവിടെ കഴിഞ്ഞ കൂടിയത്. ബാങ്കുകാർ അങ്ങനെ നിൻ്റെ വാർഡ് പോലെ ചെയ്യുമെന്ന് പറഞ്ഞു, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് അത് ഭയങ്കര വിഷമം അടിച്ചാണ് അങ്ങനെ ചെയ്തത്. ഇത്രയും പ്രാവശ്യം ബാങ്കിൽ ചെന്ന് ചോദിച്ചേക്കുന്നു, ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം പറയണമെന്ന്, അവനെ നീ പഠിച്ചതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അതാണ് ഈ വിഷം അടിച്ചത്. ചാത്തരിയാവ് നഷ്ടപ്പെട്ടു. ഇത്ര തന്നെ അതിൻ്റെ സമ്പാദ്യം, വേറെ ഒന്നുമില്ല. വാഴപ്പണം കൃഷി ചെയ്തും മേസ്തിരി പണിക്കും പെയ്യാണ് ഈ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് ബാങ്ക് കിട്ടത്. ഒരു പെണ്ണിനെ അയക്കാണ്ട് വീട് ഇങ്ങനെ കിടക്കണം ഇല്ലത്തേക്ക് വേണ്ടി. മകളുടെ കല്യാണത്തിന് വേണ്ടിയായിരുന്നോ ഈ പണം നിക്ഷേപം? അതേപോലെ തന്നെ ഇതുകൊണ്ടൊന്നും ആവില്ല. അതിൻ്റെ വേല ചെയ്ത് വീട്ട് കാര്യം നടത്തി തന്നെ ബാക്കി കൊണ്ട് നിക്ഷേപിച്ചതാണത്. എന്നാ മകളെ കല്യാണം? കല്യാണം നിശ്ചയിച്ചില്ല. അതിന് പൈസ കയ്യിൽ വരാതെ അങ്ങനെ കല്യാണം നിശ്ചയിക്കും. പലരും ചോദിക്കണം അതിനെ കെട്ടിക്കൊടുക്കുമെന്ന്. അങ്ങനെ അല്ലാതെ കല്യാണം നിശ്ചയിച്ച് വെച്ചില്ല. ഇപ്പം ഈ ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയാണ് കാര്യമൊന്നും. പക്ഷെ ആരുടെയും പുറത്ത് പറയാതെ അവൻ്റെ പ്രയാസം അവൻ തന്നെ കൊണ്ട് നടന്നു. നല്ലൊരു മനുഷ്യനാണ്. ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഈ കുടുംബത്തിൽ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ വീട് കണ്ടല്ല, എല്ലാം കണ്ടല്ല, എല്ലാം തൊട്ടിപ്പൊളഞ്ഞ് കിടന്ന് ഒരു ലോൺ എടുക്കാൻ നോക്കി, അതും കിട്ടിയില്ല. അങ്ങ് നിരാശനായിട്ട് സീറ്റിടാമെന്ന് പറഞ്ഞ് വേരിച്ചപ്പോഴും അതിലേക്ക് വേണ്ടി കൂടി ആണ് ചേർന്ന് മെയിൻ്റനൻസ് പണിക്കാൻ വേണ്ടി ചേർന്ന് പൈസ എടുക്കാൻ വേണ്ടി പോയത്. മോളെ കയ്യിൽ ഒരു ഉടുപ്പടി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇന്ന് വാ നാളെ വാ 6 മാസം കൊണ്ട് കയറി ഇറങ്ങി. പെരുമ്പഴത്തൂർ സഹകരണ ബാങ്കിലാണ് ബാങ്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കയറി ഇറങ്ങി. ഇന്ന് വാ നാളെ വാ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു മൂല്യധനം പോലും കിട്ടിയിട്ടില്ല. ഇതുകൊണ്ടാണ് അവൻ ഈ കയ്യിൽ അവിടെ ഇരുന്നത്, എൻ്റെ കയ്യിലിരുന്നത്. ഞാൻ നേരത്തെ വന്നൊക്കെ അവൾ ഞാൻ എനിക്കറിയാവുന്നവളുടെ അടുത്ത് കാണിച്ചു കൊടുത്തു. ഉപയോഗിച്ചു. വീട്ടിൽ പറഞ്ഞില്ല. ആശുപത്രി കൊണ്ടുപോയി പണം അറിഞ്ഞത്. എന്തായാലും നാട്ടുകാരും നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ പ്രതിഷേധം രേഖപ്പെടുത്തും, പ്രതിഷേധിക്കാൻ ഇറങ്ങുകയാണ്. ഇതിനൊരു വഴി കാണാതെ ഇവർ ഇനി പിന്നോട്ടില്ലെന്നും നാട്ടുകാർ നമ്മോട് പറയുന്നു. വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.